എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് സർപ്രൈസ് ആയിട്ട് കുറച്ച് ഗിഫ്റ്റ് കിട്ടി. സത്യം പറഞ്ഞാൽ ഇതങ്ങനെ വലിയ സർപ്രൈസ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് നേരത്തെ അറിയാം ഗിഫ്റ്റ് കിട്ടുമെന്ന്. കാരണം എല്ലാ വർഷവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. എനിക്കറിയാം എൻ്റെ എക്സ്പ്രഷൻ കുറച്ച് ഓവറാണ് എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹന്നയുടെ കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യാറ്. ജസ്റ്റ് അത് ക്യാപ്ചർ ചെയ്ത് ഇടണം എന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ എന്താ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു നോർമൽ ഡേ ആണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ, അങ്ങനെ ഗിഫ്റ്റ്സ് കിട്ടുക അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ 7-8 കൊല്ലം കൊണ്ട് ഈ കുട്ടിയുടെ കൂടെ കൂടിയതിന് ശേഷമാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്തോ സ്പെഷ്യൽ ഡേ ആണ്. ഇവള് ശരിക്കും ഒരാഴ്ച മുൻപേ പ്രിപ്പറേഷൻ തുടങ്ങി. ബർത്ത്ഡേക്ക് എന്താ ചെയ്യുക, ഏത് കേക്കാ വാങ്ങുക, പുതിയ ഡ്രസ്സ് ഇടും. എനിക്കിതൊക്കെ ആദ്യം അത്ഭുതമായിരുന്നു, ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ പിന്നീട് ഗ്രാജ്വലി ഞാനും മാറാൻ തുടങ്ങി. എനിക്കും തോന്നി ബർത്ത്ഡേ എന്ന് വെച്ചാൽ എന്തോ സ്പെഷ്യൽ ഡേ ആണ്. ശരിക്കും അങ്ങനൊരു ദിവസം നമ്മളുടെ ജീവിതത്തിൽ വേണമല്ലോ. പിന്നീടാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ ഗിഫ്റ്റ് കിട്ടുന്നു, നമ്മളൊരു സ്പെഷ്യലാണെന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു ദിവസം. ഇത്രയൊക്കെ കാര്യങ്ങൾ ശരിയാ, എന്നാലും ഞങ്ങൾ അടി കൂടാതിരിക്കുന്ന ഒരു ദിവസം പോലും ഞങ്ങളുടെ ജീവിതത്തിലില്ല. അത് വേറൊരു കളികൾ കണ്ടു കഴിഞ്ഞാൽ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോയ ഒരു മട്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു 7-8 കൊല്ലത്തെ പരിചയമുണ്ട്. ഈ കഴിഞ്ഞ ബർത്ത്ഡേയിലെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വെക്കും. അങ്ങനെ ഇപ്പം ബർത്ത്ഡേക്ക് 1 മാസം മുമ്പൊക്കെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഓരോരോ ഐറ്റം എടുത്ത് കാണിച്ചിട്ട് പറയും, എൻ്റെ ബർത്ത്ഡേക്ക് നീ ഇത് വാങ്ങി തന്നാൽ മതി കേട്ടോ. ചിലപ്പോൾ ഒന്നിച്ചൊരു കടയിൽ പോയിട്ട് നീ തിരിഞ്ഞേക്ക്, നിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ ഇവിടുന്ന് എടുക്കാം എന്ന് പറയുന്ന പരിപാടി ഞങ്ങൾ ചെയ്യാറുണ്ട്.